Hello everyone, welcome to Learnino. Today I am going to take the topic sets and their representations. ആദ്യം set എന്താണ്? A set is a collection of well-defined objects which are distinct from each other. They are usually denoted by capital letters A, B, C and elements are denoted by small letter A, B, C. If A is an element of a set A, then we write A belongs to A or A is an element of A and say A belongs to A. If A does not belong to A, we write it as A is not an element അല്ലെങ്കിൽ A does not belong to A. So ഒരു സെറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. അപ്പൊ നമുക്കത് വെൽ ഡിഫൈൻഡ് ആണ്. നമുക്ക് ചിലത് ഫൈനൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഇൻഫൈനൈറ്റ് ആയിരിക്കാം, കൗണ്ടബിൾ അൺകൗണ്ടബിൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് ഉണ്ട്. ബേസിക്കലി ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ഓബ്ജക്ട്സിനെ ഒരു ഗ്രൂപ്പ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എല്ലാ സെറ്റ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാം. ആ സെറ്റ്സിലെ ഓരോ എലമെന്റ്സിനെ സ്മോൾ ലെറ്റേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഒരു എ എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് സെറ്റ് എ ആണെങ്കിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് എ ബിലോങ്സ് ടു എ. ഓക്കെ, ആൻഡ് ഇഫ് എ ഡസ് നോട്ട് ബിലോങ് ടു എ എന്ന് പറയുന്നത് എലമെന്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം, എ ഡസ് നോട്ട് ബിലോങ് ടു എ. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ഏതൊക്കെയാണ് സെറ്റ്സിൽ വരുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. First one, n, set of all natural numbers, 1, 2, 3, 4, etc. Second one, w, set of all whole numbers, starting from 0, 1, 2, 3. ഇനി z, next z എന്ന് പറയുന്നത് set of all integers, അതിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് integers വരും. -3, -3, -2, -1, 0, 1, 2, 3, etc. And z plus. ഇനി z ൽ നമുക്ക് സപ്പോസ് ചില സെറ്റ്സിൽ നമ്മൾ z plus എന്ന് സ്പെസിഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ സെറ്റ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ, സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ്, അതിൽ പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രമേ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. പ്ലസ് പോസിറ്റീവ് 1, 2, 3 വാല്യൂസ് എക്സെട്ര. അതായത് ഓൾറെഡി അത് നാച്ചുറൽ നമ്പേഴ്സ് എന്നിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. നെക്സ്റ്റ് വൺ സെഡ് മൈനസ് ഓൾ നെഗറ്റീവ് ഇൻഡിജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ഇൻഡിജേഴ്സ്, -1, -2, -3 എക്സെട്ര. -1, -2. ഇനി സെഡ് നോട്ട് ഓൺ ദ സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ ഇൻഡിജേഴ്സ്, സീറോ ഇൻക്ലൂഡഡ് അല്ല. നെക്സ്റ്റ് വൺ ക്യൂ, ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, അതായത് ഒരു ഫ്രാക്ഷൻ ഒക്കെ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അതിൽ. നെക്സ്റ്റ് വൺ ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൻഡ് ആർ മൈനസ് ക്യൂ, സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. എഗെയിൻ സി എന്ന് പറയുന്നത് എക്സ്ട്രാ ചില സെറ്റ്സിലൊക്കെ ചോദിക്കുന്നത്. സി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ, മെത്തേഡ്സ് ഫോർ ഡിസ്ക്രൈബിംഗ് എ സെറ്റ്. ഇനി നമുക്കൊരു സെറ്റിനെ റെപ്രസെന്റേഷൻ പല രീതിയിലും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ലിസ്റ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ടാബ്ലർ ഫോം. സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ മെത്തേഡ്. ഫസ്റ്റ് വൺ റോസ്റ്റർ ഫോം, ലിസ്റ്റിംഗ് മെത്തേഡ് ഓഫ് ടാബ്ലർ ഫോമിൽ. Here a set is described by listing the elements separated by commas and enclosed within braces. For example, if A is the set of vowels in English alphabet, then A equal to set of A, E, I, O, U. ഇപ്പൊ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ റോസ്റ്റർ, ലിസ്റ്റിംഗ് ഓർ ടാബ്ലർ എല്ലാം സെയിം, പല വേർഡ്സും യൂസ് ചെയ്യാറുണ്ട്, കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ഈ എല്ലാ 3 നെയിംസും നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഏതാണ് ചോദിക്കാന്ന് അറിയില്ല. അപ്പൊ എ എന്ന് പറയുന്നത് സെറ്റ് ആണെങ്കിൽ, അത് സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണെങ്കിൽ നമുക്കറിയാം വവൽസ് 5 വവൽസ് ഉണ്ട്, എ, ഇ, ഐ, ഒ, യു. അപ്പൊ നമ്മൾ സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുക, എ ഈക്വൽ ടു സെറ്റ് ഓഫ് എ, ഇ, ഐ, ഒ, യു. ഈ എലമെന്റ്സ് എല്ലാ വവൽസും സെപ്പറേറ്റഡ് ബൈ കൊമാസ് ആണ് ആൻഡ് എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. ഈ രണ്ടെണ്ണമാണ് ബ്രേസസ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫോം. ഇനി നെക്സ്റ്റ് വൺ, സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ മെത്തേഡ്. In this method, we write down a property or rule which gives us all the elements of the set. Example, set A is equal to X, such that X is a vowel in English alphabet. ഈ കോളൻ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ റീഡ് ചെയ്യുന്നത് such that എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ റൂൾ, ഒരു കണ്ടീഷൻ മെൻഷൻ ചെയ്യും, സ്പെസിഫൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സെറ്റ് എ ഈക്വൽ ടു എക്സ്, എക്സിന്റെ എല്ലാ വാല്യൂസും എടുക്കും സച്ച് ദാറ്റ് എക്സ് ഇസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. പക്ഷെ ഇവിടുത്തെ റൂൾ അല്ലെങ്കിൽ കണ്ടീഷൻ എന്താ, എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. സോ ഇറ്റ് ക്യാൻ ടേക്ക് ഓൺലി ദോസ് വാല്യൂസ് എ, ഇ, ഐ, ഒ ആൻഡ് യു. ഓക്കെ,
നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് സെറ്റ്സ്. ടൈപ്സ് ഓഫ് സെറ്റ്സിൽ വരുന്നതാണ് എം ടി, നൾ ഓർ വോയിഡ് സെറ്റ്. അത് ആ പേരിൽ തന്നെ ഉണ്ട്. എം ടി, നൾ ഓർ വോയിഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നത്തിങ് അല്ലെ. ആ സെറ്റിൽ ഒരു എലമെന്റും ഇല്ല. അപ്പൊ നമ്മള് ഒരു എലമെന്റും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മള് നള്ളാണ്. അപ്പൊ അതിനെ നമ്മള് ജസ്റ്റ് ഫ്രേസസ് മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഫൈ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ സെറ്റ് കണ്ടെയ്നിങ് നോ എലമെന്റ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ഫൈ ഓർ സിംപ്ലി ഫ്രേസസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതൊരു എം ടി അല്ലെങ്കിൽ നൾ അല്ലെങ്കിൽ വോയിഡ് സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ സിംഗിൾട്ടൺ സെറ്റ്. A set containing a single element. ഒരു എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് സെറ്റ് എ ഇസ് ഈക്വൽ ടു ഐ. ഏത് എലമെന്റ്, സപ്പോസ് ജസ്റ്റ് ഓൺലി 1 എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന വാല്യൂ, ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. തേർഡ് വൺ ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൗണ്ടബിൾ ആണ് അല്ലെ. A set containing finite number of elements that is countable. Example, set A is equal to set 3, 5, 7, 9. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ഈ സെറ്റില് കൗണ്ടബിൾ എലമെന്റ്സേ ഉള്ളൂ. അതായത് 3, 5, 7, 9 there are only 4 elements this set. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ഈ സെറ്റിലെ എലമെന്റ്സിന്. അങ്ങനത്തെ സെറ്റ്സിനെ പറയുന്നതാണ് ഫൈനൈറ്റ് സെറ്റ്സ്. നെക്സ്റ്റ് വൺ ഇൻഫിനിറ്റ് സെറ്റ്. അപ്പൊ ഇൻഫിനിറ്റ് സെറ്റ് നമുക്ക് ഇൻഫിനിറ്റി അറിയാം, അൺകൗണ്ടബിൾ ആണ്. സെറ്റ് കണ്ടെയ്നിങ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ദാറ്റ് ഇസ് uncountable. Example, b equal to 2, 3, 5, 7, etc. അപ്പൊ നമുക്ക് അറിയില്ല എവിടെയാണ് എൻഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി അൺകൗണ്ടബിൾ ആയതുകൊണ്ട് അതൊരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഇനി ഈക്വലന്റ് സെറ്റ്സ്. A and B are said to be equivalent if they have same number of elements. That is, n of A is equal to n of B. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈക്വലന്റ് രണ്ട് സെറ്റ്സ്. എന്തായാലും ഈക്വലന്റ് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാണ് രണ്ട് സെറ്റ്സ്. ആ രണ്ട് സെറ്റ്സും ഈക്വലന്റ് ആവണമെങ്കിൽ അവർക്ക് സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കണം. അതായത് ഇപ്പൊ 4 എലമെന്റ്സ് ആണ് എ അല്ലെങ്കിൽ ബിയില് 4 എലമെന്റ്സ് തന്നെ ആയിരിക്കും. എലമെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും, ബട്ട് നമ്പർ ഓഫ് എലമെന്റ്സ് വിൽ ബി ഈക്വൽ. അതാണ് n of A equal to n of B. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A is equal to number of elements in B. Example, A equal to A, B, C, D, B equal to 1, 2, 3, 4. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എയില് 4 ആണ്, ബിയിലും 4 ആണ്. സോ A and B are called equivalent sets. Next one, equal sets. Equal sets എന്ന് പറഞ്ഞാൽ എന്താ? Two sets A and B are said to be equal if every element of A is a member of B and every element of B is a member of A, and we write it as A equal to B. Example, A is equal to set of 11, 22, 33, 44. B equal to 11, 22, 33, 44. അതായത് 1 and 1 സെയിം ആണ്. എല്ലാ എലമെന്റ്സും ഈക്വൽ ആണ്. ഏഴത്തെ ഫസ്റ്റ് എല്ലാം ഫസ്റ്റ് ഓർഡർ അല്ല, എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണ്. 11, 22, 33, 44 സെയിം എലമെന്റ്സ് തന്നെയാണ് ബിയിലുള്ളത്. അതുകൊണ്ട് A and B are called equal sets. ഈക്വലന്റിൽ എന്താ നമ്മൾ പറഞ്ഞത്? നമ്പർ ഓഫ് സെറ്റ്സ്, നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഈക്വൽ അല്ലെ. ഈക്വൽ സെറ്റ്സിൽ എന്താണ്? സെയിം വാല്യൂസ് അല്ലെങ്കിൽ ആ എലമെന്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം മെമ്പർ ആണ്. ഓക്കെ, ഏഴത്തെ എലമെന്റ് തന്നെയാണ് ബിയിലുള്ളത്. അങ്ങനെ ഓർഡർ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ്. അപ്പൊ നമ്മള് ടൈപ്സ് ഓഫ് സെറ്റ്സ് പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ്. ഇതെല്ലാം സെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. ലെറ്റ് A and B be two sets. If every element of A is an element of B, then A is called the subset of B. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് A is a subset of B and B is called the superset of A. ഇത് B is superset of A. അപ്പൊ രണ്ട് സെറ്റ്സ് A and B. അതില് if every element of A is an element of B, അതായത് ഇപ്പൊ B എന്ന് പറയുന്നത് Aയിലത്തെ ഏത് എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? A എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് B ആണ്. എല്ലാം എലമെന്റ്സും ഇൻക്ലൂഡഡ് ആവണമെന്നില്ല, പക്ഷെ എയില് നമുക്കിപ്പോ 1 and 2 എന്ന് പറയുന്ന രണ്ട് എലമെന്റ്സ് അങ്ങനെ ബിയിലും ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് A is a subset of B. ഇനി നേരെ റിവേഴ്സ് പറയുകയാണെങ്കിൽ ബി എങ്ങനെയാണ് എക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത്? ബി ഇസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ ഇസ് സബ്സെറ്റ് ഓഫ് ബി. ബിന് എന്താ പറയാ? സൂപ്പർ സെറ്റ് ഓഫ് എ. രണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് സബ്സെറ്റിന് എ ഇസ് സബ്സെറ്റ് ഓഫ് ബി ഇങ്ങനെ, ബി ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പവർ സെറ്റ്. The set formed by all the subsets of a given set A is called power set of A, denoted by P of A. നമ്മൾ ഓൾറെഡി സബ്സെറ്റ് എന്താന്ന് പഠിച്ചു അല്ലെ. സബ്സെറ്റ് എന്താണ് പറഞ്ഞത്? വേറൊരു സെറ്റിന്റെ എല്ലാ എലമെന്റ്സും ഈ സെറ്റിൽ ഉണ്ടെങ്കിൽ അത് സബ്സെറ്റ് ആണ്. ഇനി ഒരു സെറ്റിലെ എല്ലാ സബ്സെറ്റ്സിന്റെയും സെറ്റ്
a set of all subsets of a given set. A എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകൾ ഉണ്ടല്ലോ, ആ സബ്സെറ്റ് എല്ലാ സബ്സെറ്റ്സിന്റെ ഒരു സെറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? പവർ സെറ്റ്. ഓക്കെ, അതിനെ നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുന്നത് P of A. Universal set, a set consisting of all possible elements that occur under consideration. എല്ലാ പോസിബിൾ എലമെന്റ്സും നമുക്ക് ഏതൊക്കെ പോസിബിൾ എലമെന്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. യു ക്യാപിറ്റൽ യു ആണ് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്ജോയിന്റ് സെറ്റ്സ്. Two sets A and B are called disjoint if A intersection B is equal to 5. 5 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച പ്രീവിയസ് സെറ്റില് empty, null or void set. That is, they do not have any common element. ഇപ്പൊ A and B എന്ന് പറയുന്നത് ഡിസ്ജോയിന്റ് സെറ്റ്സ് ആവണമെങ്കിൽ A and B ക്ക് കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും പാടില്ല, നള്ളാണ്. അങ്ങനെയാണെങ്കിൽ A and B എന്ന് പറയുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഇന്റർവെൽസ് ആസ് സബ്സെറ്റ്സ് ഓഫ് R. ക്ലോസ്ഡ് ഇന്റർവെൽ, ഇപ്പൊ നമ്മൾ 3 ടൈപ്സ് ഓഫ് ഇന്റർവെൽസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ക്ലോസ്ഡ് ഇന്റർവെൽ, ഓപ്പൺ ഇന്റർവെൽ, സെമി ഓപ്പൺ, സെമി ക്ലോസ്ഡ്, അതായത് ഹാഫ് ഓപ്പൺ ഹാഫ് ക്ലോസ്ഡ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇന്റർവെൽസ്, ഇപ്പൊ ഒരു സെറ്റ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ എലമെന്റ്സ് എല്ലാം ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് വാല്യൂസിൽ ഡിസ്ക്രൈബ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇന്റർവെൽസ് ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ക്ലോസ്ഡ് ഇന്റർവെൽ, ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എക്സ് such that A less than equal to X less than equal to B is called a closed interval, denoted by നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുക ക്ലോസ്ഡ് ഇന്റർവെൽ. A, B is equal to set in the representation X such that X belongs to R, where rule എന്താ, ഇന്റർവെൽ എക്സ്പ്ലെയിൻ ചെയ്യുക A less than equal to X less than equal to B, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, എയും ഇൻക്ലൂഡഡ് ആണ്, ഇവിടെ ബിയും ഇൻക്ലൂഡഡ് ആണ്, between A and B values included are. Next one, open interval, the set of real numbers X such that A less than X less than B is called an open interval, denoted by ഇവിടെ open brackets ആണ് യൂസ് ചെയ്യുക, square brackets closed interval, open brackets open interval. A, B is equal to set X such that X belongs to R, where interval explain ചെയ്യുക. ഇന്റർവെൽ ഇങ്ങനെ മെൻഷൻ ചെയ്യാം, A less than X less than B ഈക്വൽ ടു ആണെങ്കിൽ അത് ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്, where A and B included in closed interval. ഇവിടെ A and B യുടെ ഇടയിലുള്ള വാല്യൂസ്, ഇൻ ബിറ്റ്വീൻ വാല്യൂസ് മാത്രമേ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ, എക്സിനെ എടുക്കാൻ പറ്റുള്ളൂ, എയും ബിയും എടുക്കാൻ പറ്റില്ല, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, സെമി ഓപ്പൺ ഓർ സെമി ക്ലോസ്ഡ്. അത് ആ പേരിൽ തന്നെയുണ്ട്, സെമി ഓപ്പൺ പറഞ്ഞാൽ ഹാഫ് ഓപ്പൺ, സെമി ക്ലോസ് ഉണ്ടെങ്കിൽ ഹാഫ് ക്ലോസ്ഡ് ആണ്. The sets X such that X belongs to R, where A less than X less than or equal to B is an interval A, B, and അപ്പൊ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ഒന്നും ശ്രദ്ധിക്കുക, X such that X belongs to R, A less than X less than or equal to B. നമ്മൾ പഠിച്ചിട്ടുണ്ട് A എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഇൻക്ലൂഡഡ് ആണോ, അല്ല, A less than മാത്രമേ ഉത്തരമുള്ളൂ, അപ്പൊ അത് ഓപ്പൺ, അതായത് നമുക്ക് പറയാം സെമി ഓപ്പൺ ആണ് അല്ലെ. ബട്ട് ഇവിടെയോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബിയും ഇൻക്ലൂഡഡ് ആണ്, എ ആൻഡ് ബിയുടെ ഇടയിലുള്ള വാല്യൂസും ഇൻക്ലൂഡഡ് ആണ്, അപ്പൊ അതിനെ സെമി ഓപ്പൺ പറയും. സോ അതിനെ മെൻഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ ബ്രാക്കറ്റ് A, B ക്ലോസ് ബ്രാക്കറ്റ്. ആൻഡ് ഇനി ഇതിന്റെ ഓപ്പോസിറ്റ്, സെറ്റ് X such that X belongs to R, A less than or equal to X less than B is an interval close bracket A, B open bracket are called semi open or semi closed. അതായത് ഇപ്പോ ഫസ്റ്റ് പറഞ്ഞത് സെമി ഓപ്പൺ, അവിടെ വാല്യൂസ് ഏതൊക്കെയാ, A ഇൻക്ലൂഡഡ് അല്ല, A ആൻഡ് B ബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂസും പിന്നെ ഇൻക്ലൂഡിംഗ് B, അതിനാണ് സെമി ഓപ്പൺ പറയുന്നത്. നെക്സ്റ്റ് വൺ, സെമി ക്ലോസ്ഡ് പറയുമ്പോൾ A, B എങ്ങനെയാണ്, സെമി ക്ലോസ്ഡിൽ നമ്മൾ ഇന്റർവൽ മെൻഷൻ ചെയ്യുന്നത് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു X ലെസ് ദാൻ B, അതായത് A ഇൻക്ലൂഡഡ് ആണ്, വാല്യൂസ് ബിറ്റ്വീൻ A ആൻഡ് B, B ഇൻക്ലൂഡഡ് അല്ല, അത് മാത്രം ശ്രദ്ധിക്കണം. ഇനി അത് ജസ്റ്റ് ഒരു ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താ, ഓപ്പൺ ഇന്റർവൽ A, B. ഇവിടെ A ആൻഡ് B എക്സ്ക്ലൂഡഡ് ആണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ നൾ പോയിന്റ് പോലെ കാണിച്ചിരിക്കുന്നത്, അത് ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കുക, A ആൻഡ് ബിയുടെ ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ, ക്ലോസ്ഡ് ഇന്റർവൽ A, B. ക്ലോസ്ഡ് ഇന്റർവൽ എന്ന് പറയുമ്പോൾ A ആൻഡ് B വാല്യൂസ് ഇൻക്ലൂഡഡ് ആണ്, ഓക്കെ, ആൻഡ് ബിറ്റ്വീൻ വാല്യൂസ്. നെക്സ്റ്റ് വൺ, സെമി ക്ലോസ്ഡും സെമി ഓപ്പണും. അപ്പൊ സെമി ക്ലോസ്ഡ് പറയുമ്പോൾ ഇവിടെ ഇൻക്ലൂഡിംഗ് A ആണ്, B ഇല്ല, A ആൻഡ് ബിയുടെ ഇടയിലുള്ള വാല്യൂസ്. ഹിയർ A, B A ഇൻക്ലൂഡഡ് അല്ല, A ആൻഡ് ബിയുടെ ഇടയിലുള്ള വാല്യൂസും പിന്നെ B.
ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വെൻ ഡയഗ്രാം. നമുക്കറിയാം എപ്പോഴും ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഏതൊരു കാര്യവും നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുക. കുറച്ചുകൂടി സിമ്പിൾ ആണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ് ടു ഷോ ദ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ സെറ്റ്സ്. സെറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ ഡയഗ്രാം. അതിന് പറയുന്ന പേരാണ് വെൻ ഡയഗ്രാം. Here U is represented by the rectangular region and its subset is represented by circle. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു U എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഓൾ പോസിബിൾ എലമെന്റ്സിന്റെ സെറ്റ് ആണ്. അതൊരു റെക്ടാങ്കുലർ റീജിയൻ ആയിട്ടാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇറ്റ്സ് സബ്സെറ്റ് ഇസ് റെപ്രസെന്റ് ബൈ സർക്കിൾ. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സബ്സെറ്റ് കാണിച്ചിട്ടുള്ളൂ. എന്തായാലും യുവിന്റെ സബ്സെറ്റ് ആയിരിക്കും ബാക്കിയുള്ള സെറ്റ്സ് എല്ലാം. അപ്പൊ എ എന്ന് പറയുന്നത് സബ്സെറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ സർക്കുലർ റീജിയൻ പോലെയാണ് എക്സ്പ്രസ് ചെയ്യുക. ഇന്ന് ഈ ടോപ്പിക് ഇത് റിലേറ്റഡ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു.